ഈ ബൈബിൾ സ്റ്റഡിയുടെ 7-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങളുടെ വാഗൊണ്ട് തന്നെ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ഇവിടെ മരിച്ചു വീഴുമെന്ന്. നിങ്ങൾ തീർച്ചയായും ഇവിടെ മരിച്ചു വീഴും. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ മരിച്ചു വീഴുമെന്ന്. അവരും കൂടി ഇവിടെ മരിച്ചു വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് ശരിയാകും, ഞാൻ കഴിവില്ലാത്തവനാകും. അങ്ങനല്ല. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാം. നിങ്ങൾ പ്രായപൂർത്തിയായവരാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. നിങ്ങൾ ഇവിടെ പട്ടുപോകും. പക്ഷേ കൊള്ളയായി പോകുമെന്ന് പറയുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങള്, നശിച്ചു പോകുമെന്ന് നിങ്ങൾ പറയുന്ന കുഞ്ഞുങ്ങള്, അവരെ ഞാൻ കനാൻ നാട്ടിൽ കൊണ്ടുപോകും എന്ന് കർത്താവ് പറയാനിടയായി. അങ്ങനെ അവരുടെ ആ വാക്ക് നിമിത്തമാണ് ആവശ്യമില്ലാത്ത ദുരിതങ്ങളൊക്കെ അവർക്ക് വന്നു ചേർന്നത്. അതുകൊണ്ട് ദൈവമക്കൾ സൂക്ഷിക്കുക. ഓരോ വാക്കും വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. നമ്മൾ പറയുന്ന ആ വാക്ക് ഭാവിയില് നമുക്കത് ദോഷമായി തീർന്നേക്കാം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതായ വാക്ക് നമുക്ക് ഗുണമായി തീരാനും സാധ്യതയുണ്ട്. നിരാശയോടെ ദൈവത്തെ ശപിച്ചു പറയുന്ന വാക്ക് നിമിത്തം പലപ്പോഴും നമ്മൾ ആ പറയുന്ന വാക്ക് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അത് നമുക്ക് ശാപത്തിന് കാരണമായി തീരുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഓരോ വാക്കും സൂക്ഷിച്ചുപയോഗിക്കണം. ഈ കനാന്യ സ്ത്രീക്ക് അവളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കിട്ടാനുള്ള കാര്യം അവളുടെ വാക്കാണ്. ആ സ്ത്രീയെ നായ്ക്കുട്ടിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സംസാരിച്ച സമയത്ത് എന്നെ നീ നായ്ക്കുട്ടിയാക്കിയോ, എന്നാ നീ തരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് പോയിരുന്നു എങ്കിൽ തീർച്ചയായും ഇവളുടെ മകൾക്ക് സൗഖ്യം വരുമായിരുന്നില്ല. എന്നാൽ അത്ര കഠിനമായ വാക്ക് കേട്ടപ്പോഴും ആ വാക്കൊരു കോംപ്ലിമെന്റ് പോലെ എടുത്തുകൊണ്ട് അവള് വ്യാഖ്യാനിക്കുന്നത് വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടി എന്ന നിലയ്ക്കാണ്. അവള് വീട്ടിനകത്തുള്ളതാ, പുറത്തല്ല എന്ന് അവള് വിശ്വാസത്തോടെ പറയുകയാണ്. സാധാരണഗതി നായ്ക്കുട്ടി എന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മളൊക്കെ ചൂടാകുന്നതാണ്. പക്ഷെ അവളത് വ്യാഖ്യാനിച്ച് വീട്ടിനുള്ളിലുള്ളതാക്കിയെടുത്തു. എന്നിട്ട് വീട്ടിനുള്ളിലുള്ള നായ്ക്കുട്ടികൾ എങ്ങനെയാണ് തിന്നുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞ ആ വാചകങ്ങളെ പോസിറ്റീവ് ആക്കിയെടുത്തു. അങ്ങനെ കർത്താവിനെ കൊണ്ട് അവൾ അത്ഭുതം പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്തത്. ദൈവമക്കളെ, ഇതാണ് വാചകങ്ങളുടെ പ്രത്യേകത. ഒരിക്കലും നാം ദൈവത്തെ ശപിക്കുന്ന വാചകങ്ങൾ പറയാൻ പാടില്ല. ഇയ്യോബിനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ എന്താണ് പരീക്ഷിച്ചത്? അവന്റെ വായിൽ നിന്നൊരു വാക്ക് വരുത്താൻ വേണ്ടിയാണ്. ഈ ദൈവത്തെ സേവിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ഈ ദൈവം ദുഷ്ടനാണ്, ക്രൂരനാണ്, എനിക്ക് ഈ ദൈവത്തെ വേണ്ടാന്നൊരു വാചകം വായിന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് സാത്താൻ ആ പണി മുഴുവൻ പെട്ടത്. അവന്റെ സമ്പത്തുകൾ മുഴുവൻ നശിച്ചു. അവന്റെ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞു. കൂടാതെ അവന്റെ ഭാര്യ പോലും അവനെ തള്ളിക്കളയുന്നു, പരിഹസിക്കുന്നു. ആ സമയത്ത് ഇവന്റെ വായിൽ നിന്ന് എങ്ങനെയെങ്കിലും നിരാശയുടെ ഒരു വാക്ക്, ദൈവത്തിനെതിരായിട്ട് ദൈവത്തെ ദുഷിക്കുന്ന രൂപത്തില് ഒരു വാക്ക്, ഈ ദൈവത്തെ സേവിച്ചിട്ട് എനിക്ക് ഇങ്ങനെല്ലാം വന്നല്ലോ എന്നൊരു വാക്ക്, അത് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് സാത്താൻ പരിശ്രമിച്ചത്. എന്നാലേ അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും യോബ് ദൈവത്തെ ദൂഷിച്ച് പറഞ്ഞില്ല എന്നാണ്. ദൈവത്തിനെതിരായി അവൻ സംസാരിച്ചില്ല എന്നാണ്. അവിടെയാണ് സാത്താൻ തോറ്റുപോയത്. നാം ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് ദൈവത്തിനെതിരായി ഒരു വാക്ക് സംസാരിപ്പിക്കുവാൻ, നിരാശയുടെ വാക്ക് വരുത്തുവാൻ, ദൈവദൂഷണം നമ്മുടെ നാവിൽ നിന്ന് വരുത്തുവാൻ സാത്താൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വന്നാൽ ആ വാക്ക് വെച്ചുകൊണ്ടായിരിക്കും സാത്താൻ പിന്നീട് നമ്മളെ ട്രാപ്പ് ചെയ്യുക. അത് മനസ്സിലാക്കാതെ വായിൽ തോന്നിയ വാക്കുകൾ നാം പറഞ്ഞ് നമുക്ക് കിട്ടേണ്ടതായ അനുഗ്രഹങ്ങൾ, നന്മയൊക്കെയും തടഞ്ഞു കളയാറുണ്ട്. അത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. കനാന്യ സ്ത്രീ ബുദ്ധിയോടെ പറഞ്ഞ വാക്ക് നമുക്കൊരു പാഠമായിരിക്കട്ടെ. നാം ഈ ചിന്തിച്ചു വന്ന ഭാഗത്തിൽ നിന്നും എന്താണ് പഠിക്കുന്നത് എന്ന് ചുരുക്കി പറയട്ടെ. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ദൈവകൽപ്പന എന്ന പേരില് പുറമേയുള്ള പലതും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും തങ്ങൾ ശുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുകയാണ്. എന്നാൽ അവര് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, വ്യാഖ്യാനങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങള് പുറമേ ഇങ്ങനെ ഭക്തി കാണിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഭക്തിയില്ലാത്തവരാണ്. അതല്ല വേണ്ടത്. പുറമേ ഉള്ളതുപോലെ നിങ്ങൾക്ക് അകമേയും ഭക്തി ഉണ്ടാകേണ്ടതാണ്. മാത്രമല്ല, ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ച ഈ നിയമങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളതെല്ലാം അനുസരിച്ചിട്ട് നിങ്ങൾ വിശുദ്ധരാണ് എന്ന് കരുതുന്നു എങ്കിൽ വിശുദ്ധി അശുദ്ധി ഒന്നും തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളെ നോക്കിയല്ല. എന്ത് തന്നെ ഭക്ഷിച്ചാലും അതൊടുവിൽ മറപ്പുരയിൽ പോവുകയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി അശുദ്ധനാകുന്നില്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതായ ദുർഭാഷണം,
കൊലപാതകം, ദുശ്ചിന്ത തുടങ്ങിയതായ പാപങ്ങളൊക്കെ ആ വ്യക്തിയെ അശുദ്ധമാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതായ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഒഫൻഡഡ് ആയി. കർത്താവ് അവരെ കപടഭക്തന്മാരെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ കണ്ടമാനം ഒഫൻഡഡ് ആയി പോയി, നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ താൻ ചെയ്തത് തെറ്റാണ് എന്ന് കർത്താവ് പറയുകയല്ല ചെയ്തത്. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് നട്ടിട്ടില്ലാത്തതൊക്കെയും വേരോടെ പറഞ്ഞു പോകുമെന്ന്. അതിനുശേഷം കർത്താവ് ഒരു അല്പം സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാണ് സോരിലും സിദോനിലും ഒക്കെ സഞ്ചരിച്ചത്. അവിടെ വെച്ച് ഈ കനാന്യ സ്ത്രീ കടന്നു വരികയും അവൾ ആ വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുകയും വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുകയും ചെയ്തതിലൂടെ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അവൾക്ക് സാധിച്ചു. ആ സംഭവം ഇവിടെ പറയുന്നു. സാധാരണഗതിയിൽ ഇസ്രായേൽക്കാർക്ക് ലഭിക്കേണ്ട അനുഗ്രഹം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ച് യേശുവിനുള്ള കടന്ന വിശ്വാസത്തിലൂടെ ആ കനാന്യ സ്ത്രീ നേടിയെടുക്കുവാനും ഇടയായി. ദൈവിക കാഴ്ചപ്പാടിലൂടെയാണ് അശുദ്ധിയെക്കുറിച്ച് സങ്കല്പങ്ങൾ ഉണ്ടാക്കേണ്ടത്. ശുദ്ധമേതേ അശുദ്ധമേതേ എന്ന് മനസ്സിലാക്കേണ്ടത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിലാണെന്നും സത്യം തുറന്നു പറയുമ്പോൾ ഇടറിപ്പോകുന്നവർ ദൈവം നട്ടതായ തൈകളല്ല എന്നും ഈ ഭാഗങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നതാണ്. മാത്രമല്ല, ദൈവത്തിലുള്ള കടന്ന വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ ചട്ടങ്ങളെ മറികടന്നുകൊണ്ടുപോലും അസാധാരണമായ വിധത്തിൽ പോലും കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാമെന്നും ഈ ഭാഗം തെളിയിക്കുകയാണ്. ആകയാൽ കർത്താവിനെ കടന്നു വിശ്വസിച്ചുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിശ്വാസത്തിന്റെ വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹവും നന്മയും പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനങ്ങളിലൂടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ഈ ബൈബിൾ സ്റ്റഡി ശ്രദ്ധിക്കുവാൻ സന്മനസ് കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇതുപോലെയുള്ള മറ്റ് പ്രസംഗങ്ങൾ, ബൈബിൾ സ്റ്റഡി ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 214-278-4052 എന്ന ടെലിഫോൺ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മറ്റ് പ്രസംഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ്. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.